നല്ല കൊഴിയാള മീൻ കൊണ്ടുവന്നായിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസം ചേട്ടൻ വന്നപ്പം. അപ്പോൾ ഇത് ഇന്നെടുത്ത് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. തേങ്ങ അരച്ച് കറി വയ്ക്കുവാന്നേ. കുറേ ദിവസമായി തേങ്ങ അരച്ചിട്ടുള്ള മീൻ കറി വെച്ചിട്ട്. അപ്പോൾ കൊഴിയാള മീനാണെങ്കിൽ തേങ്ങ അരച്ച് വെച്ചാലല്ലേ അതൊരു ഗുമ്മുള്ളൂ. അപ്പോൾ ചോറും വെച്ചു. ചോറ് ഊറ്റി അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് മീൻ വെട്ടാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് ചിക്കൻ കറി ഇന്നലത്തെ ഇരിപ്പുണ്ടായിരുന്നേ. അതും കൂടെ കോരി ഒരു ചെറിയ പാത്രത്തിൽ വെച്ചിട്ട് ആ വലിയ പാത്രം എടുത്ത് കഴുകി വയ്ക്കാമെന്ന് വിചാരിച്ചു. സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഈ വലിയ പാത്രങ്ങളൊക്കെ ഇരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ വലിയ പാത്രം കൂടി ഞാൻ കഴുകി വയ്ക്കാമെന്ന് വിചാരിച്ചു. മീൻ ഫ്രിഡ്ജിലിരുന്നതായതുകൊണ്ട് നല്ല ഐസായിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ അത് കുറേ നേരം ഇളക്കി വെള്ളത്തിലിട്ട് വെച്ചിരുന്നിട്ട് കുറച്ചൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ വെട്ടാനായിട്ട് തുടങ്ങി കേട്ടോ. മര്യാദയ്ക്ക് അമ്മ വെട്ടിത്തരാമെന്ന് പറഞ്ഞതായിരുന്നു. ഞാൻ പിന്നെ സമ്മതിച്ചില്ല. ഞാനിന്നുണ്ടല്ലോ ഞാൻ വെട്ടാമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ഇരുന്നും കിടന്നും നിരങ്ങിയൊക്കെ പയ്യെ പയ്യെ കട്ട് ചെയ്തെടുത്തു. സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എന്തോ ഒരു വിക്കൽ വരുന്നു, എന്താണെന്നറിയത്തില്ല, ശ്വാസം മുട്ടലും. അപ്പം അതെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് നന്നായിട്ട് കഴുകിയെടുത്തു കേട്ടോ. ചെറിയൊരു വല്ലായ്മ ഉണ്ടായിരുന്നു മീനിന്, എന്നാലും കുഴപ്പമില്ല, നല്ല മീനാട്ടോ. തേങ്ങ അരച്ച് വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. കുറേ നാളോട് തേങ്ങ അരച്ച് കറി കഴിക്കാതിരുന്നിട്ട് കഴിക്കുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക രുചി തോന്നത്തില്ലേ. അങ്ങനെ അതെല്ലാം വെട്ടി വൃത്തിയാക്കിയിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്തതിന് ശേഷം തേങ്ങയൊക്കെ അരച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ അരിഞ്ഞ് ചേർക്കുന്നുണ്ട് കേട്ടോ. അത് ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടത്തില്ലേ. എല്ലാവരും മീൻകറി ഇങ്ങനെ തന്നെ ആയിരിക്കും വെക്കുന്നതെന്നറിയാം, എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഞാൻ പിന്നെ കടുക് വറുത്ത് പ്രത്യേകം ചേർക്കത്തില്ല കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ആ പുളിയും കൂടെ ചേർത്ത്, കുടംപുളി കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് വേവിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ മീൻകറി റെഡിയാവും കേട്ടോ ഇപ്പം.